പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇരുമ്പമ്പുളിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഏരിയയിൽ എറണാകുളം ജില്ലയിലൊക്കെ പറയുന്ന ഇരുമ്പമ്പുളി, അപ്പോൾ പല സ്ഥലത്ത് പല പേരുകളിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ പരിചരണവും കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ചെടി നമ്മൾ നട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷമായി. ഇപ്പോൾ ഇതിലൊക്കെ നിറച്ച് കായകളായി. നമ്മളുടെ ഇതിൻ്റെ തടിമയാണ് ഇങ്ങനെ പൂത്ത് കായകൾ ഉണ്ടാവുന്നത് ഈ ഭാഗത്ത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെറിയ ചെറിയ കായകൾ വലിയ കായകളായിട്ട് കിട്ടും. നമ്മൾ കുറേ ഉണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2ാം വർഷം തന്നെ നന്നായിട്ട് പൂത്ത് കായ്ച്ചു. അപ്പോൾ ഇതിൻ്റെ പരിചരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നട്ട സമയത്ത് ഒരു ചെറിയൊരു കുഴിയൊക്കെ എടുത്ത് നട്ടു. അതിൽ കുറച്ച് ചാണകപ്പൊടി കുറച്ച് കമ്പോസ്റ്റൊക്കെ ഇട്ട് നട്ടു വെച്ചു. പിന്നെ വെള്ളം ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ വെള്ളം കൊടുത്തു. പിന്നെ തടിയുമ കൂടാതെ പിന്നെ ശിഖരത്തുമയൊക്കെ ഉണ്ടാവും. അത് ഉണ്ടാവുകയാണെങ്കിൽ ഒരു മരം മതി, നമ്മളുടെ വീട്ടിലെ ആവശ്യത്തിനല്ലാതെ അതിൽ കൂടുതലായിട്ടുണ്ടാവും. ഒറ്റ മരം മതി. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കറികൾക്ക് ഉപയോഗിക്കാം, അതുപോലെ അച്ചാറിടാൻ നല്ലതാണ്. അപ്പോൾ ഒരു മരയിലും ഒരു ചെടിയിലും നട്ടു കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടാവശ്യത്തിനുള്ള സാധനം കിട്ടും. നമ്മളപ്പോൾ വേറെ എന്തെങ്കിലും പുളികൾ സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട. ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഒരു കറിക്കൊക്കെ ഇടാനായിട്ട് ഇതിൻ്റെ ഇരുമ്പമ്പുളി പറിച്ചിട്ട് കഴിഞ്ഞാൽ ചാളക്കറിയിലൊക്കെ മീൻകറിയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല രസമാണ്. അച്ചാറിടാനും സൂപ്പറാണ്. അപ്പോൾ ഇതിന് നടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് കാര്യമായിട്ട് വളങ്ങളൊന്നും തന്നെ ഇതിന് ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് തന്നെ വളർന്നോളും. നമ്മളുടെ ഭൂമിയിലുള്ള വളങ്ങൾ ഇതിൻ്റെ വേര് പോയി എവിടെ പോയാലും വലിച്ചെടുത്ത് നന്നായിട്ട് വളർന്നു വന്നോളും. അപ്പോൾ നമ്മൾ ഈ സൈഡിലുള്ള കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തായിരുന്നു. അപ്പോൾ ഈ സൈഡിലൊക്കെ വെയിലേറെ കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ കൂടുതലുണ്ടാവും. അസുഖങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ചെറിയ ഈ മീലിമുട്ടയുടെയൊക്കെ ആക്രമണമൊക്കെ ഉണ്ടാവുമെന്ന് ചില സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഇരുമ്പുളിയുടെ വേറെ പ്രത്യേക കടിച്ച നല്ല പുളിയായിരിക്കും, നല്ല പുളിയാണ് ഈ സാധനം. പിന്നെ ഇത് നമ്മൾ അധികം എല്ലാ ദിവസമൊന്നും കഴിച്ചു കഴിഞ്ഞാൽ ശാരീരികമായിട്ട് വേറെ പ്രശ്നങ്ങൾ, ഈ കിഡ്നി സ്റ്റോൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറികളിൽ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുക. ഇടയ്ക്കൊന്നും കഴിച്ചാൽ കുഴപ്പമില്ല, അങ്ങനെ അധികമായിട്ട് ഉപയോഗിക്കാതെ ഇരിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.